to continue the topic of biblical eldership. നമ്മൾ വീണ്ടും തുടർമാനമായിട്ട് ക്രിസ്തീയ മൂപ്പന്മാർ അല്ലെങ്കിൽ തിരുവചന പ്രകാരമുള്ള മൂപ്പന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠിക്കുവാൻ പോവുകയാണ്. We looked at various portions of the scripture portions that allows us to know who true are the elders of the Assembly of God. നാം കഴിഞ്ഞ നാളുകളിൽ തിരുവചനത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ആരാണ് തിരുവചന പ്രകാരമുള്ള മൂപ്പന്മാർ എന്നുള്ള വിഷയം നാം പഠിക്കുകയുണ്ടായി. Last week we especially looked at a very special elder structure. കഴിഞ്ഞ ആഴ്ച നമ്മൾ മൂപ്പന്മാരുടെ ആ സ്ട്രക്ചറിനുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുവാൻ ഇടയായിരുന്നല്ലോ. That which complements the nature of the local church. അത് പ്രാദേശിക സ്ഥലം സഭയുടെ കാര്യത്തോടുള്ള അനുബന്ധത്തിൽ നമ്മൾ അത് പഠിക്കുകയുണ്ടായി. And there were 4 points we looked at. കഴിഞ്ഞ ആഴ്ച നാം 4 വിഷയങ്ങളാണ് പഠിച്ചത്. The church is a family of brothers and sisters. സഭ എന്നുള്ളത് സഹോദരി സഹോദരന്മാരുടെ ഒരു കുടുംബമാണ്. And also we looked at the church is a non-clerical community. മാത്രമല്ല അത് ഈ ലോകത്തുള്ള മറ്റേ പൗരോഹിത്യ നാമധേയ പൗരോഹിത്യമുള്ള ഒരു ശുശ്രൂഷയല്ല. And the church is a humble servant community. മൂന്നാമതായിട്ട് ഒരു സേവിക്കുന്ന ഒരു കൂട്ടമാണ് സഭ എന്നുള്ളത്. And fourthly, the church is under Christ's headship. നാലാമതായിട്ട് സഭ എന്നുള്ളത് ക്രിസ്തുവിന്റെ തലയുടെ അടിയിലുള്ള ഒരു സ്ഥാപനമാണ്. And for the first point, we looked at the early Christians, they met at homes. ഒന്നാമതായിട്ട് നാം പഠിച്ചത് ആദിമ നൂറ്റാണ്ടില് സഹോദരി സഹോദരന്മാർ ഭവനങ്ങളിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കൂടി വന്നു എന്നുള്ളതാണ്. So we looked at and we found that the place of gathering has not much importance. അത് നമ്മെ ഓർപ്പിച്ചത് നാം കൂടി വരുന്ന സ്ഥലത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം ഒന്നുമില്ല എന്നുള്ളതാണ്. But rather how we come together is important. അതിനേക്കാൾ ഉപരി നാം എങ്ങനെയാണ് കൂടി വന്നുള്ളത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. And as we are brothers and sisters in the Lord, നാം ക്രിസ്തുവിലെ സഹോദരി സഹോദരന്മാർ ആയിരിക്കുന്ന മുഖാന്തരം the early church also shared their possessions, their material possessions. ഒന്നാം നൂറ്റാണ്ടിൽ അവിടെയുള്ള സഹോദരി സഹോദരന്മാർ അവർക്കുള്ള വസ്തുവകകൾ തമ്മിൽ പങ്കിട്ടു എന്നാണ് നാം കണ്ടത്. And they ate together. മാത്രമല്ല അവർ ഒരുമിച്ച് ഭക്ഷിച്ചു എന്നും നാം കേട്ടു. And they greeted one another with a holy kiss. മാത്രമല്ല അവർ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം സ്നേഹവന്ദനം ചെയ്തു എന്നും നമ്മൾ കേട്ടു. And they showed hospitality. മാത്രമല്ല അവർ ആതിഥേയ മര്യാദ അവർ കാണിക്കുകയും ചെയ്തു. And they cared for the widows. മാത്രമല്ല അവര് വിധവമാരെ പരിപാലിക്കുകയും ചെയ്തു. And when appropriate times comes, they discipline their members. മാത്രമല്ല അനുയോജ്യമായ സമയം വന്നപ്പോൾ അവരുടെ സഭയിലുള്ള അംഗങ്ങളെ അവര് ഡിസിപ്ലിൻ ചെയ്യുകയും അവരെ ക്രമപ്പെടുത്തുകയും ചെയ്തു. So it is important for us to know that the leadership of the Church of God has a great responsibility. അത് നമ്മെ ഓർപ്പിക്കുന്ന സഭയുടെ അധ്യക്ഷന്മാരായിരിക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ശുശ്രൂഷ എന്നുള്ളതാണ്. There are many things that they are expected to take care of in this assembly. ഒരു സഭയിൽ അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. One of the major point is about the servanthood. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദാസ മനോഭാവം എന്നുള്ളതാണ്. We have to serve each other. നമ്മൾ അന്യോന്യം സേവിക്കണം. We need to take care of one another. നാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. But as we are taking leadership in the Church of God, നാം ദൈവസഭയിൽ അധ്യക്ഷ സ്ഥാനം അല്ലെ മൂപ്പന്മാർ എന്നുള്ള സ്ഥാനം എടുക്കുമ്പോൾ a greater responsibility is entrusted on such ones. നമ്മളിൽ വലിയ ഉത്തരവാദിത്തം അങ്ങനെയുള്ള ഒരു വലിയ ഉത്തരവാദിത്തം അവരുടെ മേൽ ഉളവായിരിക്കുകയാണ്. We also looked at their responsibility being pastoral responsibility. മാത്രമല്ല അവരുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ഒരു മേയിക്കുന്ന ഉത്തരവാദിത്തമാണ്. A pastor has to go after the sheep and to see where they needed the help. ഒരു ഇടയൻ ആടുകളുടെ പുറകെ പോയി ഏത് സ്ഥലത്താണ് അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. Various are the needs of the flock. അവരുടെ ആവശ്യകത വൈവിധ്യങ്ങളാണ്. And it is the responsibility of the elders to seek after them and to go after them and to find the needs of the flock. അന്നേരം ഒരു മൂപ്പന്റെ ഉത്തരവാദിത്തമാണ് ആടുകളുടെ പുറകെ പോയി അവരുടെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് അവരെ കരുതുക എന്നുള്ളത്. And so they are responsible to go after them and take care of their needs. മാത്രമല്ല അവരുടെ പുറകെ പോയി അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് അവരുടെ വലിയ ഉത്തരവാദിത്തമാണ്. And the church has the responsibility to serve one another. മാത്രമല്ല സഭ അന്യോന്യം തമ്മിൽ സേവിക്കണം എന്നുള്ളതും ഒരു കൽപ്പനയായിട്ട് നാം കാണുന്നുണ്ട്. This morning we heard about the like-mindedness of the Lord Jesus Christ. നാം ഇന്ന് രാവിലെ കേൾക്കുവാൻ ഇടയായിത്തീർന്നല്ല ക്രിസ്തുവേശുള്ള മനോഭാവം നിങ്ങളും ഉണ്ടാകട്ടെ എന്ന്. And when we have the mind of Christ, നമുക്ക് ക്രിസ്തുവിലുള്ള മനസ്സുണ്ടെങ്കിൽ we will take care of others and consider others better than ourselves. നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണും. And if we can consider others better than ourselves, നമുക്ക് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണുവാൻ കഴിയുമെങ്കിൽ then there will be no problem of having a question that is going to come to them. അങ്ങനെയാണെങ്കിൽ അവരുടെ മേൽ യാതൊരു ചോദ്യങ്ങളും കടന്നു വരുവാൻ തക്കവണ്ണം
ഇടയുണ്ടാകുകയില്ല. Considering one another and esteeming one another is a great responsibility of the Church of God. തമ്മിൽ അവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുക എന്നുള്ളത് സഭയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. And we looked at another responsibility. നമ്മൾ അതിന്റെ വേറൊരു ഉത്തരവാദിത്തം കൂടി നമ്മൾ ശ്രദ്ധിച്ചു. And that is the plurality of elders. അത് മൂപ്പന്മാരുടെ ബഹുത്വം അല്ലെങ്കിൽ ബഹുത്വത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. In the early churches, ഒന്നാം നൂറ്റാണ്ടുള്ള സഭകളിൽ we see the church is identified by a place. ആ സഭ ഒരു സ്ഥലത്തെ ആസ്പദമാക്കിയാണ് അവരെ വെളിപ്പെട്ടു വന്നത്. Church in Galatia, അത് ഗലാത്യയിലുള്ള സഭയെന്നും, church in Ephesus, എഫെസോസിലുള്ള സഭയെന്നും, church in Philippi, ഫിലിപ്പിയിലുള്ള സഭയെന്നും, in all those places there were elders in the church. ആ എല്ലാ സ്ഥലം സഭകളിലും അവിടെ മൂപ്പന്മാർ ഉണ്ടായിരുന്നു. There is never a church is mentioned as a church and having one elder. ഈ ഒരു സ്ഥലത്ത് പോലും ഒരു മൂപ്പൻ എന്നുള്ള പദപ്രയോഗം നാം കാണുന്നില്ല. And so why the need of elders? അതുകൊണ്ട് എന്തുകൊണ്ടാണ് മൂപ്പന്മാർ ആവശ്യമായിരിക്കുന്നത്? Elders has to come together മൂപ്പന്മാർ ഒന്നിച്ചു കൂടി വരണം and to look for the common interest of the church of God. ആ സഭയുടെ പൊതുവായ ആവശ്യത്തിനു വേണ്ടി അവർ നോക്കണം. They should come together. അവർ ഒരുമിച്ച് കടന്നു വരണം. They should pray together. അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. And by the power of the Holy Spirit they will be able to make decisions that are spiritual for the assembly of God. ആ സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരവും അതിന്റെ നിർബന്ധപ്രകാരവും അവർ തീരുമാനമെടുക്കണം. And so it is possible that when one brother who looked upon something, the other brother can see where he is not right in that at that point. ഒരു സഹോദരന് ഒരു കാര്യത്തിന്റെ ഒരു വശം നോക്കുമ്പോൾ മറ്റേ സഹോദരൻ അത് മനസ്സിലാക്കും, അതിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. So that between the elders they have to esteem one another. അന്നേരം ആ മൂപ്പന്മാർ തമ്മിൽ അവരെ തന്നെ ശ്രേഷ്ഠന്മാരായിട്ട് അവരെ തന്നെ കരുതണം. There is no one elder who is above the other elder. ഒരു മൂപ്പനേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റൊരു മൂപ്പനില്ല. All elders are the same. അന്നേരം എല്ലാ മൂപ്പന്മാരും ഒരുപോലെയുള്ളവരാണ്. They all have to esteem one another. മാത്രമല്ല അവർ ഒരു അന്യോന്യം ശ്രേഷ്ഠന്മാരായിട്ട് കരുതണം. And so they can together have an effective eldership. അത് മുഖാന്തരം അവർക്ക് ഒന്നിച്ച് വളരെ ഒരു പ്രയോജനമുള്ള അല്ലെങ്കിൽ വളരെ ഫലപ്രദമായ മൂപ്പന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും. They have to submit to one another. അവർ തമ്മിൽ അവരെ കീഴടക്കണം. And making decisions for the assembly that is for the common good. സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ ഒരു മനസ്സോടെ അവർ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കണം. When they do things like that, അവർ അങ്ങനെ തീരുമാനങ്ങൾ ചെയ്യുമ്പോൾ the eldership will be then it will enhance the brotherly love. ആ മൂപ്പന്മാരുടെ ആ ശുശ്രൂഷ സഹോദരീയ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തും. And it will be based on the humility and patience. അത് താഴ്മയിലും സഹിഷ്ണുതയിലും അടിസ്ഥാനമുള്ളതായിരിക്കും. And that will create a church that is based upon the foundation of the word of God. ദൈവവചന പ്രകാരമുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഭ അത് മുഖാന്തരം ഉളവാകുവാൻ തക്കവണ്ണം കഴിയും. Imagine there is no elders in the church of God. ഒരു ദൈവസഭയിൽ മൂപ്പന്മാർ ഇല്ല എന്ന് നമ്മൾ ഒന്ന് വിചാരിക്കുക. How does the church will go forward? അങ്ങനെയാണെങ്കിൽ ആ സഭ എങ്ങനെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയും? X or Y or one person will have a desire that I will do certain things. ഒരു സഭയിലെ ഒരു വ്യക്തിക്ക് ഞാൻ ഇന്ന ശുശ്രൂഷകൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. Perhaps those desires are all very good. തന്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ വളരെ നല്ലതായിരിക്കാം. Desires are probably the desire of an elder. ഒരുപക്ഷെ ഒരു മൂപ്പന്റേതായ ആ ആഗ്രഹങ്ങളായിരിക്കും തന്റെയും ആഗ്രഹം. Similar time, അതോടൊപ്പം ആ സമയം തന്നെ another brother come forward. മറ്റൊരു സഹോദരൻ കടന്നു വന്നു. And he says, I want to do certain things like this. ഞാൻ അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം ആഗ്രഹിക്കുന്നെന്ന് മറ്റു സഹോദരൻ പറയും. So how does it go forward? അങ്ങനെയാണെങ്കിൽ അത് തമ്മിൽ എങ്ങനെ ഒന്നിച്ച് കടന്നു പോകും? That brother's desire is also an elder's desire. ആ സഹോദരന്റെ ആഗ്രഹവും ഒരു മൂപ്പന്റെ അല്ലെങ്കിൽ അധ്യക്ഷന്റെ ആഗ്രഹം തന്നെയാണ്. But they both are coming up with the same date and same time for a different program. ആ രണ്ട് സഹോദരന്മാർ തന്നെ ഒരുമിച്ച് കടന്നു വന്ന് ഒരേ സമയത്ത് തന്നെ രണ്ട് കാര്യങ്ങളുമായിട്ട് കടന്നു വരികയാണ്. I hope you understand the problem in the making. അവരുടെ ആ തീരുമാനം എടുക്കുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. Those two brothers coming together, ആ രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് കൂടി വന്നില്ല എങ്കിൽ they come together and make a decision together. അവര് ഒരുമിച്ച് കടന്നു വന്ന് ഒരുമിച്ച് അവര് തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ there will be two programs in the assembly of God. അങ്ങനെയെങ്കിൽ ദൈവസഭയിലെ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം. So it very clearly tells us that there is a need of true leadership and eldership in the church of God. അത് നമ്മെ ഓർപ്പിക്കുന്ന ദൈവസഭയിലെ വാസ്തവത്തിൽ യഥാർത്ഥമായുള്ള ഒരു ക്രിസ്തീയ മൂപ്പന്മാരുടെ ശുശ്രൂഷ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Any government, നമുക്കറിയാം ഏത് ഗവൺമെന്റിലും any country, ഏത് രാജ്യത്തിലും cannot go forward മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയുകയില്ല without the leadership. ആ ഒരു നേതാവില്ലാതെ ആർക്കും ഒരു രാജ്യത്തിന് മുമ്പോട്ട് കടന്നു പോകാൻ തക്കവണ്ണം കഴിയുകയില്ല. So the church of God should have the true biblical leadership that has to control and to take care
care of the need of the assembly of God. ഒരു ദൈവസഭയുടെ കാര്യങ്ങൾ ഭരിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും ദൈവവചന പ്രകാരമുള്ള മൂപ്പന്മാർ ആവശ്യം ഉണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. Now we also looked at the church is under Christ's headship. നമ്മൾ അടുത്തതായിട്ട് കണ്ടത് സഭ എന്നുള്ളത് ക്രിസ്തു എന്ന തലയുടെ കീഴിലുള്ള ഒരു കാര്യമാണ്. John chapter 10 and verse 16. യോഹന്നാന്റെ സുവിശേഷം 10:16 വാക്യത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. There is only one flock and one pastor. അവിടെ കാണുന്ന ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും എന്നുള്ളതാണ്. And one body and one head in Colossians chapter 1 and 18. കൊലോസ്യ ലേഖനം 1:18 വാക്യത്തിൽ ഒരു ശരീരവും ഒരു തലയും എന്നുള്ളതാണ്. One holy priesthood and one great high priest. ഒരു രാജകീയ പുരോഹിതനും അതുപോലെ ഒരേ ഒരു പുരോഹിതനും എന്നാണ് നാം കാണുന്നത്. Hebrews chapter 4 and 14. എബ്രായ ലേഖനം 4:14 വാക്യത്തിൽ നാം കാണുന്നു. And it says one brotherhood and one elder brother. ഒരു സഹോദരങ്ങളും ഒരേ സഹോദരങ്ങളും അതുപോലെ തന്നെ ഒരേ രീതിയിലുള്ള സഹോദരങ്ങളും എന്ന് കാണുന്നു. And Romans chapter 8 and 29. റോമാലേഖനം 8:29 വാക്യത്തിൽ Another way it says one building and one cornerstone. നമ്മൾ കാണുന്ന ഒരു ആലയവും ഒരു മൂലക്കല്ലും എന്നാണ് കാണുന്നത്. 1 Peter chapter 2 and 5. 1 പത്രോസ് 2:5 വാക്യത്തിൽ. And we also have one mediator, one Lord Jesus Christ is a senior pastor. ഒരേ ഒരു മധ്യസ്ഥൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അവനാണ് ശ്രേഷ്ഠ ഇടയൻ എന്നും. And all others are his under shepherds. ബാക്കിയുള്ളവരെല്ലാം അവന്റെ അടിയിലുള്ള ഇടയന്മാരാണ്. 1 Peter chapter 5 and 4. 1 പത്രോസ് 5:4 വാക്യം. So now here in all these verses, ഈ എല്ലാ വാക്യശകലങ്ങളിലും we were able to see the headship of the Lord Jesus Christ. നാം ഇവിടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ശിരസ് എന്നുള്ള ആ തല എന്നുള്ള കാര്യം നാം കാണുന്നുണ്ട്. He is the head. അവനാണ് തല. And there is a body. അവന്റെ അടിയിൽ ഒരു ശരീരമുണ്ട്. And we are the members of that body. നാം ആ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളാണ്. Last week we also looked at the members of the body has to work together. നാം കഴിഞ്ഞ ആഴ്ച ശരീരത്തിലുള്ള അവയവങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. The members of the bodies are ugly. ചില അവയവങ്ങൾ കാണുവാൻ തക്കവണ്ണം വളരെ മാനമുള്ളതല്ല. And we looked at the small intestine of our body. നാം അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഉള്ളിലുള്ള ചെറുകുടലിനെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. Imagine if I cut my stomach. ഞാൻ ചിന്തിക്കുക, ഞാൻ എൻ്റെ വയറ് ഇങ്ങനെ കീറി. And the small intestine is all outside. എൻ്റെ ആ ചെറുകുടലെല്ലാം വെളിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. How wonderful it will be, right? അതെത്ര കാണുവാൻ എത്ര മനോഹരമായിരിക്കും. I don't think anyone will appreciate that. ആരും അതിനെ അഭിനന്ദിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. We know the importance of that small intestine. പക്ഷേ നമുക്കറിയാം നമ്മുടെ ആ ചെറുകുടലിന്റെ പ്രാധാന്യം എത്ര വലുത് നമുക്കറിയാം. It is in the small intestine the final digestion of the food that takes place. നമ്മുടെ ആ ചെറുകുടലിലാണ് അവസാനത്തെ ആ ദഹന പ്രക്രിയ നടക്കുന്നത്. And the finest digested body particles goes to the muscles and we get the energy. നമ്മുടെ ആ പേശികളിലേക്ക് ആ ശക്തി കടന്നു പോകുന്നത് ഈ നമ്മുടെ ആ ചെറുകുടൽ അവസാന ദഹന പ്രക്രിയ മുഖാന്തരം ഉണ്ടാകുന്ന ഊർജ്ജ മുഖാന്തരമാണ്. So even the body that we think that is not very important and not good looking, നാം ചിന്തിക്കുന്ന ആ ഒരു അവയവം വളരെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ പോലും it has its own role in order to fulfill the purpose of the church of God. ആ സഭയുടെ ആ കാര്യങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അതിന് അതിൻ്റെതായ ആ ഒരു പ്രാധാന്യവും ഒരു കാര്യവുമുണ്ട് അവിടെ. Every member of the body, സഭയുടെ ഓരോ അംഗങ്ങളും അല്ലെങ്കിൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും has its own unique function. അതിൻ്റെതായ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. God's gift to every individual is different. ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ദാനങ്ങൾക്കും താലന്തുകൾക്കും പ്രത്യേകതയുണ്ട്. It is our responsibility to find out what is the spiritual gift that the Lord had given in my life. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീക താലന്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടേതായ ഉത്തരവാദിത്തമാണ്. And once we find the responsibility and the gift that God has given in my hand, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയും നമ്മെ ഏൽപ്പിച്ച താലന്തും എന്തെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം we should show faithfulness to that talent that God has given to us. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയിലും താലന്തിലും നാം വിശ്വസ്തരുള്ളവരായിരിക്കണം. And when we show our responsibility like that, നമ്മുടേതായ ഉത്തരവാദിത്തം ആ രീതിയിൽ നാം പ്രദർശിപ്പിക്കുമ്പോൾ each member of the body as the members of the body ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും never accuse each other. തമ്മിൽ കുറ്റം പറവാൻ തക്കവണ്ണം ഇടയാകില്ല. I can never say that I don't need the legs. ഒരിക്കലും കൈക്ക് പറവാൻ തക്കവണ്ണം കഴിയുകയില്ല, എനിക്ക് കാലിനെ കൂടെ ആവശ്യമില്ല എന്ന്. It is the leg that will move your body from place to place. കാരണം എന്തെന്നാൽ കാലാണ് ശരീരത്തെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. The leg can never say I don't need your hands. ഒരിക്കലും കാലിൽ പറവാൻ തക്കവണ്ണം കഴിയില്ല, കൈ എനിക്ക് ആവശ്യമില്ല എന്ന്. It is a hand that allows us to do many things in life. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന നമ്മുടെ കൈയാണ്. The hand cannot say I don't need you eye. ഒരിക്കലും കൈക്ക് പറവാൻ തക്കവണ്ണം കഴിയില്ല, എനിക്ക് എനിക്ക് ഇതിനെ ആവശ്യമില്ല എന്ന്. Because it's the eye that gives you the sight you can walk. ഈ കണ്ണാണ് നിനക്ക് കാഴ്ച തരുന്നത് മുമ്പോട്ട് നടക്കുവാൻ തക്കവണ്ണം. And I cannot say that I don't need you here. ഒരിക്കലും കണ്ണിന് ചെവിയോട് പറവാൻ തക്കവണ്ണം കഴിയില്ല, നിന്നെ ആവശ്യമില്ല എന്ന്. It is the ear that helps you to hear.
നിന്റെ ചെവിയാണ് നിന്നെ കേൾക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നത്. Every part of the body has its unique function. ഓരോ ശരീരത്തിൻ്റെതായ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ വ്യക്തിപരമായ ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. So every organ of the body, as it functions as the full the need of the body. ആ ശരീരത്തിൻ്റെതായ മൊത്തം ആവശ്യത്തിനനുസരിച്ച് ഓരോ അവയവങ്ങളും വ്യക്തിപരമായിട്ട് അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയാണ്. So we looked at that we are the members of the body. നാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായല്ലോ, നമ്മൾ ഓരോരുത്തരും ശരീരത്തിന്റെ അവയവങ്ങളാണ്. Christ being the head, ക്രിസ്തുവാണ് അതിന്റെ തല എന്നുള്ളത്. we being the members of the body, നാം ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളാണ്. every member as we are having unique responsibility. നമുക്ക് നമ്മുടേതായ തനതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. And so our responsibilities must be met and we be faithful toward it. അതോടൊപ്പം നമ്മൾ അത് വളരെ വളരെ വിശ്വാസത്തോടെ നമ്മളെ കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്തു തീർക്കേണ്ടത് ആവശ്യമാണ്. Always remember that it is Christ who is the head. അതോടൊപ്പം നാം ഓർക്കേണ്ടത് ക്രിസ്തുവാണ് ഇതിന്റെയൊക്കെ തല എന്നുള്ളതാണ്. So we should never identify a church with a elder's name. നാം ഒരിക്കലും നമ്മുടെ ഒരു സ്ഥലം സഭയെ ആ സ്ഥലം സഭയിലുള്ള മൂപ്പന്റെ പേരിൽ അതിനെ നമ്മൾ ഒരിക്കലും വെളിവാക്കുവാൻ ഇടയാകരുത്. Sadly we say that John Chan's assembly in Florida. പലപ്പോഴും നാം ഇങ്ങനെ പറയാറുണ്ട്, ഫ്ലോറിഡ ഉള്ള കെഎം ജോർജ് ചാൻ അസംബ്ലി എന്ന് പറയാറുണ്ട്. That's not how an assembly should be identified. അങ്ങനെയല്ല ഒരിക്കലും ഒരു സ്ഥലം സഭയെ നാം തിരിച്ചറിയേണ്ടത്. You can always say India Gospel Assembly of Detroit. നാം എപ്പോഴും പറയണം ഡിട്രോയിറ്റുള്ള ഇന്ത്യ ഗോസ്പൽ അസംബ്ലി എന്ന്. But this assembly belongs to the Lord Jesus Christ. അത് ഈ സഭ എന്നുള്ളത് ക്രിസ്തുവിന്റെ സഭയാണ്. And the head of this church is the Lord Jesus Christ himself. ഈ സ്ഥലം സഭയുടെ തല എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. So now we have a clear understanding about the headship of the Lord Jesus Christ and the members of the body. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലം സഭയുടെ തല എന്നുള്ളതിലും അതോടൊപ്പം തന്നെ അവന്റെ അംഗങ്ങൾ എന്ന ബന്ധത്തിൽ നമുക്കൊരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിച്ചല്ലോ. We are going to look at some of the early churches and how they were governed in the early churches. നമുക്കിപ്പോൾ ഇനിയും ആദിമ സഭകളെ കുറിച്ചും ആ ആദിമ സഭകൾ എങ്ങനെയാണ് ഭരിച്ചിരുന്നതെന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. It all begins at the book of Acts. അതെല്ലാം നമുക്ക് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. And in Acts chapter 14 and verse 23. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. We have an account very clearly given there. അവിടെ നമുക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും elders for them in every church. അവർ ഓരോ സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു. So early church has practiced the very ideas and teachings of the Lord Jesus Christ. ആദിമ സഭകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും ആ കാര്യങ്ങളും അവരത് പ്രാവർത്തികമാക്കി. All the apostolic ordinances were really established in the early churches. അപ്പോസ്തലന്മാരുടെ എല്ലാ ഉപദേശങ്ങളും ആദിമ നൂറ്റാണ്ടിലുള്ള 1-ാം നൂറ്റാണ്ടിലുള്ള സഭകളിൽ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കിയിരുന്നു. The book of Acts it provides us the foundation materials for the study in this regard. ഈ പ്രത്യേക കാര്യത്തിന്റെ അടിസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ആവശ്യമായ എല്ലാ വിഷയങ്ങളും നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കും. It speaks about the Christian eldership. അത് നമ്മെ ക്രിസ്തീയ മൂപ്പന്മാർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. And it also teaches us to understand Paul's church planting practices. മാത്രമല്ല അതോടൊപ്പം തന്നെ പൗലോസിന്റെ സ്ഥലസഭാ സ്ഥാപനത്തിന്റെ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനവും നമ്മെ മനസ്സിലാക്കി തരുന്നതാണ്. Clearly teaches us about the distinctive Christian teaching concerning eldership. ക്രിസ്തീയ മൂപ്പന്മാർ എന്നുള്ളതിന്റെ ആ കാര്യങ്ങളും അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. You know, at the time of Lord Jesus Christ, നമുക്കറിയാം കർത്താവായ യേശു സമയത്ത് even there were Jewish Christian elders. ആ സമയത്ത് യഹൂദ ക്രിസ്തീയ മൂപ്പന്മാർ ഉണ്ടായിരുന്നു. There were synagogues. അവിടെ അന്ന് സിനഗോഗ് ഉണ്ടായിരുന്നു. There were a community of elders there. അവിടെ ആ മൂപ്പന്മാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. These were not the elders as far as the biblical elders of the New Testament. ആദ്യം നമ്മളെ പുതിയ നിയമപ്രകാരമുള്ള ക്രിസ്തീയ മൂപ്പന്മാർ ആയിരുന്നില്ല അവര്. But they were elders that are given the responsibility to practice the government or government of the law that God has given in their lives. അവരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച നിയമം പ്രാവർത്തികമാക്കുവാൻ അങ്ങനെയുള്ള ഒരു മൂപ്പന്മാരുടെ കൂട്ടമായിരുന്നു അവരെന്നുള്ളത്. And we know that Israel had elders. നമുക്കറിയാം ഇസ്രായേലിന് മൂപ്പന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത്. Not just figureheads. അവർ കേവലം ഒരു കാണപ്പെടുന്ന ആൾക്കാർ മാത്രമായിരുന്നില്ല. They were the ones God has given them the instructions so that the law can be examined and to see they were practicing. ദൈവത്തിന്റെ ആ ന്യായപ്രമാണത്തെ അതിന്റെ നിർദ്ദേശപ്രകാരം അതിനെ പരിശോധിച്ച് നടത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവരായിരുന്നു അവർ. When Israel was settling in the land of promise, അവരുടെ വാഗ്ദത്തദേശത്ത് അവരുടേതായ കാര്യങ്ങൾ അവർ സ്ഥാപിച്ചപ്പോൾ in each city and each tribe, ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗോത്രങ്ങളിലും and as a nation as a whole, they had the council of
of elders. ആ ദേശത്തിന് ആകമാനം മൂപ്പന്മാരുടേതായ ആലോചനയും അഭിപ്രായം ലഭിച്ചു. And these elders were to protect the people and exercise the discipline and enforce the law. ആ പ്രത്യേക ആ സ്ഥലത്തുള്ള ആൾക്കാർ അവിടെയുള്ള നിയമങ്ങളെ അവര് സ്ഥാപിക്കുകയും അവിടെയുള്ള ആൾക്കാരെ അവരെ സേവിക്കുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. And these elders were a judicial body. They had to come together and to practice the law of God. ദൈവത്തിന്റെ ന്യായപ്രമാണവും നീതിയും നിവർത്തിക്കുവാൻ തക്കവണ്ണം ഭരണപരമായി കൂടി വന്നുള്ള ഒരു കൂട്ടമായിരുന്നു ഈ പ്രത്യേക മൂപ്പന്മാർ. Come to the book of Deuteronomy. നാം ആവർത്തന പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ we have the clear account of situations where these judges, these elders who made the decisions for the people. ജനങ്ങൾക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ നിയമം എടുക്കുവാൻ തക്കവണ്ണം നിയമത്തെ പരിപാലിക്കുവാൻ തക്കവണ്ണമുള്ള ആൾക്കാരെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ ഒരു കൊലപാതകത്തിന്റെ സംഭവം ഉണ്ടാകുമ്പോൾ or other family matters, മറ്റ് കുടുംബപരമായ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ bring these matters before these elders. അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഈ മൂപ്പന്മാരുടെ മുമ്പാകെ കൊണ്ടുവരും. And the elders has to sit down. അങ്ങനെ മൂപ്പന്മാർ അവിടെ ഒരുമിച്ചിരിക്കണം. They have to look through the law. അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം നോക്കണം. And then they have to make a judgment. അതനുസരിച്ച് അവരൊരു വിധി പ്രസ്താവിക്കുകയും ചെയ്യണം. They have to discern the situation. അവർ ആ പ്രത്യേക ആ സന്ദർഭത്തെ അവർ വിവേചിക്കണം. And then they have to give a reply. അതോടൊപ്പം തന്നെ അവർ അതിനൊരു മറുപടിയും കൊടുക്കേണ്ട ആവശ്യത ഉണ്ടായിരുന്നു. These were the type of elders that were there at the time of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമയത്ത് ഉണ്ടായിരുന്ന മൂപ്പന്മാർ ഇങ്ങനെയുള്ള മൂപ്പന്മാരായിരുന്നു. And so elders has a separate role and a different role in the early church. ആദിമ സ്ഥലസഭയിൽ ഈ മൂപ്പന്മാർക്ക് ഒരു പ്രത്യേകതായ ഒരു റോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. When we come to the book of Acts, എന്നാൽ നാം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ we see how the early our churches had formed. നമ്മുടെ ആദിമ സ്ഥലസഭകൾ എങ്ങനെയാണ് രൂപം കൊണ്ടത് അല്ലെങ്കിൽ രൂപീകൃതമായത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. When we come to the book of Acts chapter 11 and 30, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ there we read that if you can read that verse that would be good. Acts chapter അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർ കൊടുത്തയച്ചു. Okay, these are the men who are appointed to give money into the hands of elders. മൂപ്പന്മാരുടെ കയ്യിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരായിരുന്നു ഇവർ. We know at the time of the reign of Claudius, ക്ലോഡിയസിന്റെ കാലത്ത് there will be some famine that is going to come there. ആ സമയത്ത് അവിടെ ഒരു വലിയ മഹാക്ഷാമം ഉണ്ടായി. And during that period of time, ആ പ്രത്യേക സമയത്ത് the children of God need to survive. ദൈവസഭയിലുള്ള ആൾക്കാർക്ക് അവിടെ അതിജീവിക്കേണ്ട ആവശ്യത ഉണ്ടായിരുന്നു. They need help. അവർക്ക് സഹായത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. The contribution was sent through Paul. അതുകൊണ്ട് പൗലോസിന്റെയും അല്ലെങ്കിൽ ശൗലിന്റെയും ബർന്നബാസിന്റെയും കയ്യിൽ അവർ കൂട്ടായ്മ അല്ലെങ്കിൽ അവർ സഹായം കൊടുത്തയച്ചു. And they brought that to the elders. അവർ അത് കൊണ്ടുവന്നിട്ട് മൂപ്പന്മാരുടെ കയ്യിലാണ് കൊടുത്തത്. And so we find that the responsibility of the elders to even distribute the help that was given at a certain time. ആ പ്രത്യേക സന്ദർഭത്തിൽ കിട്ടിയ സഹായം അതിനെ വിഭജിക്കുവാൻ തക്കവണ്ണം കൊടുത്തിരുന്ന ശുശ്രൂഷ മൂപ്പന്മാർക്കുണ്ടായിരുന്നു. So these elders received the money. പ്രത്യേക ഈ മൂപ്പന്മാർ അവർക്ക് ലഭിച്ച പണം അവർ സ്വീകരിച്ചു. At the time of famine, ആ പ്രത്യേക ക്ഷാമത്തിന്റെ സമയത്ത് they were able to distribute in the right manner. അവർ ചെയ്യേണ്ട രീതിയിൽ വാസ്തവത്തിൽ യഥാർത്ഥമായിട്ട് അത് അവർ വിഭജിക്കുകയും ചെയ്തു. So we find a greater responsibility role in elders. ഒരു മൂപ്പന്റേതായ വലിയ ഉത്തരവാദിത്തമുള്ള ആ ശുശ്രൂഷ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. Secondly, we find രണ്ടാമതായിട്ട് നാം കാണുന്നു they judge the doctrinal issues. അവർ ഉപദേശ കാര്യങ്ങളെ അവർ അതിനെ കുറിച്ച് അവർ വിധിച്ചതായിട്ട് കാണുന്നുണ്ട്. When we study the qualifications of an elder, നാം ഒരു മൂപ്പന്റെ യോഗ്യതയെ കുറിച്ച് പഠിച്ചപ്പോൾ one of the quality was അതിന് ഒന്നാമത്തെ അവന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് that they should be able to know the scriptures well enough so that they can refute a false doctrine. അവര് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിച്ച് ഉപദേശങ്ങളെ കുറിച്ച് പഠിച്ച് സഭയിൽ വരുന്ന ദുരുപദേശങ്ങളെ അതിനെതിരെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവരായിരിക്കണം. So elders must read the word of God. അതുകൊണ്ട് മൂപ്പന്മാർ ദൈവത്തിന്റെ വചനം വായിക്കുന്നവരായിരിക്കണം. Elders must teach the word of God. മാത്രമല്ല മൂപ്പന്മാർ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നവരായിരിക്കണം. And elders must judge the doctrinal issues. ഡോക്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശകന്മാരായ കാര്യങ്ങളെ അതിനെ വിധിക്കേണ്ട അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ട കാര്യം അവരായിരുന്നു. So in the early church, ഒന്നാം നൂറ്റാണ്ടിലെ സഭകളിൽ these men who are appointed as elders, ഈ പ്രത്യേക ആൾക്കാരെ മൂപ്പന്മാരായിട്ട് അവരെ ആക്കിയപ്പോൾ they were able to judge the doctrinal issues. അവരുടെ ഉണ്ടായിരുന്ന ഉപദേശ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിനെ യഥാർത്ഥ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കുവാനും അവർക്ക് സാധിച്ചു. So when a wrong teaching enters through the pulpit,
പ്രത്യേക സമയത്ത് ഒരു ദുരുദ്ദേശം അവരുടെ ഇടയിൽ കടന്നു വന്നപ്പോൾ these great men of God who spend time in reading the word of God were able to refute it. ഈ ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാർ ദൈവവചനം പഠിച്ചിട്ട് അവരുടെ ഇടയിൽ കടന്നു വന്ന ദുരുദ്ദേശത്തെ അതിനെ പുറത്താക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. And that is one of the primary responsibilities of an elder. അതാണ് ഒരു മൂപ്പന്റെ ഒന്നാമത്തെ പ്രാഥമികമായ വളരെ പ്രാധാന്യമുള്ള ചുമതല. We will continue to look at their other responsibilities in the coming days. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അവരുടെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. The more we study about the responsibility of an elder, നാം മൂപ്പന്മാരുടെ ആ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ പഠിക്കുന്ന മുഖാന്തരം it is not like appointing any other positions in the church of God. പ്രത്യേക ദൈവസഭയിലെ മറ്റുള്ള ചുമതല നമ്മൾ ആക്കി വെക്കുന്നത് പോലെയല്ല. This is a responsibility that a person has to desire for. ഈ പ്രത്യേക കാര്യത്തിന് ആ വ്യക്തി തന്നെ ആഗ്രഹിക്കണം. And then the person has to submit before Holy Spirit. മാത്രമല്ല ആ പ്രത്യേക വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുമ്പാകെ തന്നെ സമർപ്പിക്കണം. That is the only way that he has to start and begin the ministry of an elder. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു മൂപ്പന്റേതായ ശുശ്രൂഷ ആരംഭിക്കുവാൻ തക്കവണ്ണം ഈ പ്രത്യേക വ്യക്തിക്ക് കഴിയുകയുള്ളൂ. The other positions in the church of God, ഈ ദൈവസഭയിലുള്ള മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ, we can always nominate a person. മറ്റൊരു വ്യക്തി നമുക്ക് നാമനിർദ്ദേശം ചെയ്യാം. But as an elder, എന്നാൽ ഒരു മൂപ്പനെ സംബന്ധിച്ച് the desire has to come from within. അവന്റെ ഉള്ളിൽ തന്നെ ആ ആഗ്രഹം കടന്നു വരണം. And the Holy Spirit should convict that person. We should have the conviction of the Holy Spirit that I am called for that job. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് തന്നെ സംസാരിക്കണം, ഞാൻ ഈ പ്രത്യേക പദവിക്ക് അല്ലെങ്കിൽ ഈ വേലയ്ക്ക് ഞാൻ യോഗ്യനാണെന്നുള്ള ആ കാര്യവും മനസ്സിലാക്കി കൊടുക്കണം. It's a very difficult task. ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. Many other positions in the church of God is not as difficult as the elder's position. ഒരു അധ്യക്ഷന്റെ സ്ഥാനം പോലെ പ്രശ്നമുള്ള അല്ലെങ്കിൽ ഭാരമേറിയ ഒരു ഉത്തരവാദിത്തമുള്ള മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ. So it needs prayers. അതിനുവേണ്ടി പ്രാർത്ഥന സഭയോടെ ഇരിക്കണം. It needs submission. അതിന് കീഴടങ്ങിയിരിക്കണം. And that we need to encourage ourselves and to start doing the ministry of an elder. മാത്രമല്ല ഒരു മൂപ്പന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ തന്നെ നാം ഉത്സാഹപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. We need to pray for elders in the church of God. ദൈവത്തിന്റെ സഭയുള്ള മൂപ്പന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. Because it is through the Holy Spirit that the Holy Spirit who is appointing elders. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സ്ഥല സഭകളിൽ അധ്യക്ഷന്മാരെ ആക്കി വെക്കുന്നത്. And so we needed elders for the reason that there should be the proper functioning of the church of God. ദൈവസഭയുടെ ശരിയായ നടത്തിപ്പിന് അതിൻ്റെതായ ആ കാര്യത്തിന് ദൈവസഭകളിൽ മൂപ്പന്മാർ എഴുന്നേറ്റ് വരേണ്ട ആവശ്യകതയുണ്ട്. We are going to study more and more about this topic in the coming days. നാം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. I want every one of you to pray for this subject. ഞാൻ നിങ്ങളെല്ലാവരെയും ഈ പ്രത്യേക വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുകയാണ്. Not that I being any more knowing person than any one of you here. നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. But that we may pray that the Spirit of God may convict each one of us for the need of a true eldership and the leadership in the church of God. ദൈവസഭയിൽ തിരുവചനപ്രകാരമുള്ള ആ ഒരു മൂപ്പൻ ഉണ്ടായി വരേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് തമ്മിൽ പ്രാർത്ഥിക്കുകയും അത് പഠിക്കുകയും ചെയ്യാൻ ഇടയാകട്ടെ. May the Spirit of God continue to help us and lead us in this matter. ഈ പ്രത്യേക വിഷയത്തെ ഓർത്ത് ദൈവം നമ്മെ ധാരാളം സഹായിക്കുകയും നമ്മെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യുമാറാട്ടെ. May His name be glorified. ദൈവനാമം ഏറ്റവും മഹത്വപ്പെടുമാറാകട്ടെ.